നിങ്ങൾ പ്ലസ് ടുവിനാണോ പഠിക്കുന്നത്? എന്ത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്ലസ് ടുവിൽ ഈ സ്ട്രീം എടുത്തത്? പാരൻസ് പറഞ്ഞിട്ടാണോ? ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ ഇഷ്ടത്തിനാണോ? എന്ത് തന്നെയായാലും ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരെന്തു പറഞ്ഞു എന്നുള്ളതല്ല, നമുക്ക് എന്തു പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഷർട്ടാണ് നമ്മൾ എടുക്കുക. ആരെങ്കിലും പറഞ്ഞു കേട്ട ഷർട്ട് അല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഇട്ട് നോക്കി നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കി നമ്മൾ ഷർട്ട് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് പറ്റുന്നതാണോ നോക്കി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനും സ്കില്ലിനും പേഴ്സണാലിറ്റിക്കും അത് യോജിക്കുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ നമ്മൾ ഒരു കരിയർ അസസ്മെന്റ് ചെയ്യണം. കരിയർ അസസ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കി കൃത്യമായ ഒരു കരിയർ റൂട്ട് മാപ്പ് നമുക്ക് ലഭിക്കും. പ്ലസ് ടു കഴിഞ്ഞു, ഏത് കോഴ്സ് നമുക്ക് യു ജിക്ക് പഠിക്കണം, യു ജി കഴിഞ്ഞ് പി ജിക്ക് ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച കരിയറിലേക്ക് എത്താൻ ആ റൂട്ട് മാപ്പ് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സോ കൃത്യമായൊരു കരിയർ അസസ്മെന്റിലൂടെ ഭാവി ശോഭനമാക്കാം.